നമ്മുടെ മുൻ കണ്ടസ്റ്റൻസ് ബിഗ് ബോസിൽ തിരിച്ചു കയറി വന്നപ്പോൾ തൊട്ട് തുടങ്ങിയിട്ടുള്ളതാണ് ഈ അനുമോളെ വീണ്ടും ടാർഗറ്റ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ അനുമോള് ഇപ്പോൾ അനുമോളുടെ ഇവിടെ നിൽക്കുന്നതിൽ നമ്മൾ പി ആറിന്റെ ബേസിസിലാണെന്നാണ് എല്ലാവരും പറയുന്നത്. ശരിക്കും പി ആറിന്റെ ബേസിസിൽ തന്നെയാണ് അനുമോളോട് നിൽക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പി ആറിന്റെ ബേസിസിലല്ല അനുമോളോട് നിൽക്കുന്നത്. പി ആർ ഉള്ളത് കൊണ്ടല്ല, പി ആർ ഉള്ളതുകൊണ്ട് ഒരു ധൈര്യം ഉണ്ടെന്നുള്ളത് സമ്മതിച്ചിരുന്നു. പക്ഷെ എന്നിരുന്നാലും പി ആർ കൊണ്ട് മാത്രം ഒരു കണ്ടസ്റ്റൻസിന് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഒരു കണ്ടസ്റ്റൻസിന് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ ശൈത്യക്ക് പി ആറിനെന്ന് ശൈത്യ സമ്മതിച്ചു, ശരത്തിന് പി ആറിനെന്ന് ശരത്ത് സമ്മതിച്ചു. ഇങ്ങനെ പലർക്കും പി ആർ ഉണ്ടായിട്ടുണ്ട്. ആര്യൻ ഉണ്ടാകുന്ന ആര്യം പറയുന്നുണ്ട്. ഇപ്പൊ പലർക്കും പി ആർ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് അവരവിടെ നിന്ന് പോയില്ല? അതിന് കാരണമുണ്ട്. കാരണം ജനങ്ങൾക്ക് ഉള്ളിൽ അത് ഇഷ്ടപ്പെടണം. അനുമോള് കുറെ പാകപ്പിഴകൾ അനുമോളുടെ പക്കൽ നിന്ന് പറ്റുന്നുണ്ടെങ്കിലും അതൊക്കെ ഒരു മാനുഷികമായിട്ടൊരു സാധാരണ പിഴവുകൾ തന്നെയാണ്. ഇപ്പൊ വായിന്നൊക്കെ ഓരോ കാര്യങ്ങൾ വരുന്നത് ആരുടെയും ഫോൾട്ട് ഒന്നുമില്ല. അതിപ്പോൾ നോർമലായിട്ട് സംസാരിക്കുന്ന മിക്കവരുടെയും വായിൽ നിന്ന് പല വർത്തമാനങ്ങളും വരും. അതിപ്പോൾ പലരും, അക്ബർ സംസാരിക്കുന്നുണ്ട്, ഷാനവാസ് സംസാരിക്കുന്നുണ്ട്, അനീഷ് സംസാരിക്കുന്നുണ്ട്, പലരുടെയും വായിൽ നിന്നും പലതും വന്ന് വീഴാറുണ്ട്. പിന്നെ അതൊക്കെ ടാർഗറ്റ് ചെയ്തിട്ട് ഒരാളെ മാത്രം അവര് പോയിന്റ് ഔട്ട് ചെയ്ത് ടാർഗറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ പ്രേക്ഷകർക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് ഫീൽ ചെയ്യും? ആ ഒരു കണ്ടസ്റ്റൻസിനോട്, നമ്മൾ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന കണ്ടസ്റ്റൻസിനോട് ഒരു സിമ്പതി തോന്നും. ആ സിമ്പതിയുടെ ബേസിസിലാണ് കൂടുതലും വോട്ടുകൾ. അങ്ങനെ അനുമോളുടെ ഫാനാവുകയും അങ്ങനെയാണ് അനുമോൾക്ക് കൂടുതലും വോട്ട് കിട്ടുന്നത്. ഇപ്പോഴും ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്, ഇന്നിപ്പോൾ എല്ലാവരും കൂടെ വന്നിരുന്ന് ടാർഗറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇങ്ങനെ അനുമോളെ ടാർഗറ്റ് ചെയ്ത് ആര് ജയിക്കും? അവസാനം അനുമോള് തന്നെ ജയിക്കത്തുള്ളൂ. ഇപ്പൊ സത്യം പറഞ്ഞ ഇവിടുത്തെ ഏറ്റവും വലിയ പി ആർ എന്ന് പറയുന്നത് ആ ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് ആണ്. ഹൗസിൽ നിന്ന് പോയിട്ട് തിരിച്ചു വന്ന കണ്ടസ്റ്റൻസ് ആണ് ഇപ്പൊ ഏറ്റവും വലിയ പി ആർ അനുമോൾക്ക് ചെയ്തു കൊടുക്കുന്നത്. കാരണം അനുമോൾക്കെതിരെ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ തോറും ആർക്കാണ് അവിടെ ഉപകാരപ്പെടുന്നത്? അനുമോൾക്കാണ്. അപ്പോൾ ഇതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇതൊക്കെ ഒരു ഗെയിമാണ്, ഗെയിമിന്റെ കാര്യത്തിൽ എടുക്കുന്നത്. ഇപ്പൊ ശൈത്യം വന്ന് ഇന്നലെ കാണിച്ച ഡ്രാമയൊന്നും അതിനൊന്നും യാതൊരു വിധത്തിലുള്ള ആവശ്യവും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ കുറച്ച് ഓവറാണ്. കാരണം ബാക്ക് സ്റ്റാബ് ശൈത്യം ചെയ്തിട്ടുണ്ട്. ശൈത്യ അവിടെ നിന്നിട്ട് ആ എപ്പിസോഡ് കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം ശൈത്യ ബാക്ക് സ്റ്റാബ് ചെയ്തോ ഇല്ല എന്നുള്ളത്. പിന്നെ നമ്മുടെ ബിൻസിയുടെ കാര്യത്തിലും ആദ്യം അനുമോളല്ല പറഞ്ഞത്, പ്രേക്ഷകരുടെ സ്വന്തം ഇതിൽ പറഞ്ഞതാണ്, അല്ലാണ്ട് അനുമോളല്ല ഇത് തുടങ്ങി വെച്ചേക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ശൈത്യയുടെ കാര്യം. അത് പ്രേക്ഷകർ തന്നെയാണ് ഏറ്റെടുത്തത്, അല്ലാണ്ട് കട്ടപ്പ എന്ന് പറഞ്ഞിട്ട് പേരിട്ട് കൊടുത്തത് അനുമോളല്ല. അപ്പോൾ അതൊക്കെ ഇന്ന് മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വല്ലവരുടെയും മറ്റുള്ളവരുടെയും ഇൻഫ്ലുവൻസിലൊന്നും വോട്ട് ചെയ്യാണ്ട് നിങ്ങൾക്ക് ആരെയാണ് വോട്ട് ചെയ്യാൻ താല്പര്യം അവർക്ക് മാത്രം വോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ.